സൂചിപ്പിച്ചൊരു കാര്യത്തിൻ്റെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ പേരാമ്പ്രയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, നമ്മളൊക്കെ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ തിരുവനന്തപുരത്തും സമരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കളക്ട്രേറ്റുകളുടെ മുമ്പിലും എല്ലാവർക്കും ഒക്കെ സമരത്തിൽ പങ്കെടുക്കുന്നവർ നമ്മൾ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന നിരവധി സഹപ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിലുണ്ട്. ജയിലിലടക്കപ്പെട്ടവർ ഇപ്പോഴും അവിടെ 8-9 ആളുകൾ ജയിലിലാണ്. ഒരു കള്ളക്കേസ് എടുത്തിട്ട് അന്ന് മുതൽ ജയിലിലാണ്. ഞാൻ ആ ഇൻസിഡൻറ്റിനെ പറ്റി പറയുന്നത്, അവിടെ ഒരു കമ്മീഷണറുടെ പ്രസംഗം തന്നെ നിങ്ങൾ കേട്ടു. അവിടെ ലാത്തി ചാർജിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായില്ല. അവിടെ ലാത്തി ചാർജിന് ഒരു വിസിൽ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു സൈറൺ ഉണ്ടായിട്ടില്ല, അവിടെ ഒരു വാണിംഗ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ എത്രയോ തവണ ടിയർ ഗ്യാസും ഗ്രനേഡൊക്കെ നമ്മുടെ ഇടയിൽ വന്ന് വിടാറുണ്ട്. അങ്ങനെ വന്ന് വീഴുമ്പോൾ അത് പോലീസും സഹപ്രവർത്തകർക്കും ഇടയിലുള്ള ഗ്യാപ്പിലാണ് പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. പക്ഷെ നേരെ ചെറുപ്പക്കാരുടെ മുഖത്ത്, അവിടെ കൂടിയിരുന്നവരുടെ മുഖത്തേക്ക് അത് മുഖത്ത് നിന്ന് അത് പൊട്ടി. ഞാൻ പറയുന്ന ചെറുപ്പക്കാരുടെ മുഖം നിങ്ങൾ കണ്ടതാണ്. അത്ര ഭീകരമായിട്ട് പോലീസ് അവിടെ ആക്ട് ചെയ്യുമ്പോൾ അവരുടെ റൂറൽ എസ് പി തന്നെ അവിടെ ഒരു ലാത്തി ചാർജിൻ്റെ നിർദ്ദേശം പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വിഷ്വൽ നിങ്ങൾ കണ്ടതാണ്. ബോധപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തലയ്ക്കും മുഖത്തും അടിക്കാനും മൂന്നാമതും അടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഈ ഭരണത്തെ ഇനി കേരളത്തിൻ്റെ അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം.